Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു. സഭാപിതാവായ ക്രിസോസ്തോം ക്രിസ്മസിനെ കുറിച്ച് പറയുന്നത് മറ്റെല്ലാ തിരുനാളുകളുടെയും മാതാവ് എന്നാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലുള്ള തിരുനാളുകളുടെ എല്ലാം അടിസ്ഥാനം ദൈവം മനുഷ്യനായി എന്നുള്ള ആ ദിവ്യ രഹസ്യമാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആള് മനുഷ്യരായി നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മിൽ ഒരുവനായി എന്നുള്ളതാണ്. തിരുനാളുകളുടെ എല്ലാം തുടക്കം മിശിഹായുടെ മനുഷ്യാവതാരത്തിലായിരുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായത്തിലെ ആദ്യത്തെ 20 വാക്യങ്ങളാണല്ലോ ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം. ഈശോയുടെ ജനന വിവരണം ഇത്ര മനോഹരമായി വേറൊരിടത്ത് നമ്മൾ കാണുകയില്ല. വളരെ ശാസ്ത്രീയമായി തന്നെ, വളരെ ക്രമീകൃതമായി ഈ വിവരണം ലൂക്ക നൽകുന്നുമുണ്ട്. ആദ്യം ഈശോയുടെ ജനനത്തിന്റെ ചരിത്ര പശ്ചാത്തലം പറയുകയാണ്. പലസ്തീന യഹൂദരുടെ നാട് റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതുകൊണ്ട്, റോമൻ അധീനതയിലായിരുന്നതുകൊണ്ട്, റോമൻ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ലൂക്ക ആരംഭിക്കുന്നത്. അദ്ദേഹം ഭരണം നടത്തിയിരുന്നത് മിശിഹായ്ക്ക് 37 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച് മിശിഹ ജനിച്ചതിന് ശേഷം 14 വർഷം കൂടി റോമൻ ഭരിച്ച വ്യക്തിയായിരുന്നു അഗസ്റ്റസ് സീസർ. എന്തിനു വേണ്ടിയാണ് ഈ ചരിത്ര പശ്ചാത്തലത്തിൽ ഈശോയുടെ ജനനത്തെ ലൂക്ക അവതരിപ്പിക്കുന്നത്? ഇത് നമ്മുടെ വിശ്വാസം, ദൈവം മനുഷ്യനായി എന്നുള്ള ആ സത്യം, ആ രഹസ്യം ഒരു ഭാവനാ സൃഷ്ടിയല്ല, മറിച്ച് യഥാർത്ഥ ചരിത്ര സംഭവം തന്നെയാണ് എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ജനനത്തിന്റെ ഈ ചരിത്ര പശ്ചാത്തലം പറയുന്നത്. മാത്രവുമല്ല, അഗസ്റ്റസ് സീസറിന്റെ ഭരണകാലം റോമാ സാമ്രാജ്യത്തിലുടനീളം സമാധാനം നിലനിന്നിരുന്ന കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പാക്സ് റൊമാന, റോമൻ പീസ്, റോമൻ സമാധാനം എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ. അഗസ്റ്റസിന്റെ ഭരണകാലത്ത് റോമാ സാമ്രാജ്യത്തിൽ സമാധാനം നിലനിന്നിരുന്നെങ്കിൽ ഇവിടെ ഇതാ ലോകത്തിന് മുഴുവനും സമാധാനം നൽകുന്ന ഒരു രക്ഷകനായ മിശിഹ വരുന്നു എന്നുള്ള സൂചന കൂടി ഈ സന്ദർഭത്തില് ഈ വ്യക്തിയെ ഉദ്ധരിക്കുന്നതിലൂടെ, സൂചിപ്പിക്കുന്നതിലൂടെ ലൂക്ക നൽകുന്നുണ്ട്. ഈശോയുടെ ജനനവേളയില് മാലാഖന്മാരുടെ വൃന്ദം ആലപിക്കുന്നത് ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്നാണല്ലോ. സമാധാന രാജാവാണ് അവിടുന്ന്. മാത്രവുമല്ല, അഗസ്റ്റസ് എന്ന നാമത്തിന് പ്രകാശവുമായിട്ട് ബന്ധമുണ്ട്. ആ പേരിന് തന്നെ പ്രകാശം എന്നുള്ള അർത്ഥമുണ്ട്, പ്രകാശിപ്പിക്കൽ എന്നുള്ള അർത്ഥമുണ്ട്. ഇതും ഈശോയുടെ കാര്യത്തിൽ പൂർണ്ണമാകുന്നത് കാണാൻ നമുക്ക് സാധിക്കും. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ ലോകത്തിൽ ഉദിച്ച ദിവസമാണല്ലോ അവിടുത്തെ ജനന ദിവസം. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിച്ചിരുന്നു. യോഹന്നാൻ മാർത്താനയുടെ പിതാവായ സക്രിയ പുരോഹിതൻ ഈശോയുടെ ജനനത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് 1-ാം അധ്യായം 78-ാം വാക്യത്തിൽ 78-79 വാക്യങ്ങൾ പറയുന്നത് നമ്മൾ വായിച്ച് ധ്യാനിച്ചിരുന്നു. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയസൂര്യൻ നമ്മെ സന്ദർശിക്കുമ്പോൾ മരണത്തിന്റെയും പാപത്തിന്റെയും അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമുക്ക് രക്ഷ നൽകുവാൻ വേണ്ടിയിട്ടും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുവാൻ വേണ്ടിയിട്ടും ദൈവം തിരുമനസ്സായതാണ്. മനുഷ്യാവതാരത്തെ സക്രിയ പുരോഹിതൻ അവതരിപ്പിച്ചത് ഉയരത്തിൽ നിന്ന്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ഉദയസൂര്യന്റെ സന്ദർശനമായാണ്. ഈ ഉദയസൂര്യൻ നീതിസൂര്യനായ മിശിഹായല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ടും അഗസ്റ്റസ് സീസറിനെ പരാമർശിച്ചുകൊണ്ട് ഈ വിവരണം ആരംഭിക്കുന്നത് ഏറെ യുക്തമാണ്. യൗസേപ്പും പരിശുദ്ധ കന്യകാമറിയവും നസറത്തിൽ നിന്ന്, ഗലീലയിലെ നസറത്തിൽ നിന്ന് യൂദയായിലുള്ള ബെത്ലഹേമിൽ എത്തുന്നതിനുള്ള പശ്ചാത്തലം ലൂക്ക അവതരിപ്പിക്കുകയാണ്.
കാരണം ബെത്ലഹേമിലാണ് ഈശോ ജനിക്കേണ്ടിയിരിക്കുന്നത്, മിശിഹ ജനിക്കേണ്ടിയിരിക്കുന്നത് എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ മിക്ക പ്രവാചകങ്ങളിലൂടെ ദൈവം അരുളി ചെയ്തിരുന്നതാണ്. പഴയ നിയമത്തിലെ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ മിക്ക പ്രവാചകങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ബെത്ലഹേം എഫ്രാത്ത, നീ ഇസ്രായേലിലെ ഗോത്രങ്ങളിലെ പട്ടണങ്ങളിൽ ഒട്ടും പിന്നിലല്ല, കാരണം ഇസ്രായേലിനെ നയിക്കുവാനുള്ളവൻ, യാക്കോബിന്റെ മേൽ ഭരണം നടത്തുവാനുള്ളവൻ നിന്നിൽ നിന്നാണ് വരുന്നത് എന്ന് മിക്ക പ്രവാചകങ്ങളോട് ദൈവം അരുളി ചെയ്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാഗ്ദാനം നിറവേറ്റപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഗലീലിൽ നസ്രത്തിലായിരുന്ന തിരുക്കുടുംബം ബെത്ലഹേമിൽ എത്തുവാൻ വേണ്ടി ഒരു ചരിത്ര പശ്ചാത്തലം ദൈവം ഒരുക്കുകയാണ്. അത് അഗസ്റ്റസ് സീസർ പുറപ്പെടുവിച്ച കൽപ്പനയാണ്. റോമാ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും അവരവരുടെ തനതായ അവർ ജനിച്ച ആ പട്ടണത്തിൽ പോയി പേരെഴുതിക്കണം എന്നുള്ളത്. യോസേപ്പ് ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നതുകൊണ്ട്, ദാവീദ് ബെത്ലഹേംകാരനായിരുന്നതുകൊണ്ട് പേരെഴുതിക്കുവാൻ വേണ്ടി നസ്രത്തിൽ നിന്ന് തന്റെ ഭാര്യയായ പ്രതിശ്രുത ഭാര്യയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട്, വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളല്ലോ അവര്, ഈ ഭാര്യയായ മറിയത്തെയും കൂട്ടിക്കൊണ്ട് ബെത്ലഹേമിലേക്ക് വരികയാണ്. അവിടെ എത്തുമ്പോഴാണ് കന്യകാ മറിയത്തിന് തന്റെ പുത്രന്റെ ജന്മം നൽകുന്നതിനുള്ള സമയമാകുന്നത്. ഈശോയുടെ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സെൻസസിനും വലിയ അർത്ഥമുണ്ട് എന്ന് സഭാപിതാക്കന്മാര് വ്യാഖ്യാനിക്കുന്നുണ്ട്. മഹാനായ ഗ്രിഗറി പറയും, ലോകത്തിലുള്ള അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിലുള്ള ജനതകളെല്ലാം പേരെഴുതിക്കണമെന്ന് ഉള്ള പശ്ചാത്തലത്തിൽ, സെൻസസിന്റെ പശ്ചാത്തലത്തിലാണ് ഈശോ ജനിക്കുന്നത് എങ്കിൽ അത് മറ്റൊരു സൂചനയായിരുന്നു. ദൈവത്തിന്റെ പുസ്തകത്തില്, ജീവന്റെ പുസ്തകത്തില് എല്ലാവരുടെയും പേരെഴുതുവാനുള്ള ആ ഒരു സാധ്യത തുറന്നിടുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായത്. അതുകൊണ്ട് ആ പേരെഴുതിക്കലിന്റെ പശ്ചാത്തലവും ഏറെ പ്രസക്തമാണ് എന്ന് മഹാനായ ഗ്രിഗറി പറയുന്നത് നമുക്കറിയാം. അവർക്ക് ഈ കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് ഒരു ഭവനവും ലഭിച്ചില്ല. അതുകൊണ്ടാണ് അവർ സത്രത്തിന് പോയി മുട്ടുന്നത്. പക്ഷെ അവിടെയും സ്ഥലം കിട്ടിയില്ല. ഇത് വളരെ പ്രതീകാത്മകമായ ഒരു രംഗമാണ്. ഏശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ തന്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. കഴുതയും കാളയും ഒക്കെ അതിന്റെ ഉടമസ്ഥരെ തിരിച്ചറിയുമ്പോഴും ഇസ്രായേൽ അവരുടെ സ്രഷ്ടാവിനെ, പരിപാലകനെ തിരിച്ചറിഞ്ഞില്ല എന്ന്. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. രക്ഷകനെ ജനിക്കുവാൻ വാതിൽക്കൽ പോയി തങ്ങളുടെ ഭവനത്തിന്റെ വാതിലിൽ അവിടെ നിന്ന് വന്ന് മുട്ടിയെങ്കിലും അവരാരും തുറന്നു കൊടുത്തില്ല. സത്രത്തിൽ പോലും അവർക്ക് സ്ഥലം കിട്ടിയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു പുൽത്തൊട്ടിയിൽ ഈശോയെ കിടത്തേണ്ടി വരുന്നത്, ഉണ്ണിമിശിഹായെ മറിയത്തിന് കിടത്തേണ്ടി വരുന്നത്, ജന്മം നൽകിയ ഉണ്ണിമിശിഹായെ. ഈശോയുടെ മുൻപോട്ടുള്ള ജീവിതത്തില് എപ്രകാരമാണ് സ്വന്തം ജനത്താൽ അവിടുന്ന് തിരസ്കരിക്കപ്പെടാൻ പോകുന്നത്, എന്നാൽ വിജാതീയരാല് ലോകത്തുള്ള മറ്റ് ജനതകളാൽ എപ്രകാരം ഈ രക്ഷകൻ സ്വീകരിക്കപ്പെടുമെന്നുള്ള സത്യത്തിന്റെ ഒരു മുൻ സൂചന ഈ രംഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒപ്പം പുൽത്തൊട്ടിയിലാണ് ഈശോയെ കിടത്തുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 7-ാം അധ്യായം 14-ാം വാക്യത്തില് സോളമൻ തന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ താൻ പ്രകാരം ജനിച്ചപ്പോൾ തന്നെയും ഇതുപോലെ പിള്ളക്കച്ചികൾ കൊണ്ട് പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് പറയുന്നത് നമ്മൾ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. സോളമൻ അതായിരുന്നെങ്കിൽ ദാവീദിന്റെ പുത്രനായ സോളമനെ കുറിച്ച് അത് പറയുന്നു. യഥാർത്ഥ ദാവീദിന്റെ പുത്രനായ വാഗ്ദാനം ചെയ്യപ്പെട്ട ദാവീദിന്റെ പുത്രനായ മിശിഹായുടെ ജനനത്തിലും സോളമന്റേതുപോലെ തന്നെ അതിന് സമാനമായ ഒരു സംഭവം നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കന്യകയായ മറിയം ദൈവപുത്രന് ജന്മം നൽകും. പഴയനിയമത്തിലെ ആദ്യത്തെ വായന യെശയ്യാ പുസ്തകത്തിൽ നിന്നായിരുന്നല്ലോ. അവിടെ നമ്മൾ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അമ്മനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള അമ്മനുവേൽ എന്ന് അവന് വിളിക്കപ്പെടുമെന്ന്. അതെ, ദൈവം നമ്മോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യാവതാരം. അവിടുന്ന് മനുഷ്യനായത് അതിനു വേണ്ടിയായിരുന്നു. ഈ പ്രവചനത്തിൽ തന്നെയാണ്, യെശയ്യാ തന്നെയാണ് നമ്മൾ ഇന്ന് വായിക്കുന്നുണ്ട്. 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ അന്ധകാരത്തിൽ കഴിഞ്ഞൊരു ജനം വലിയൊരു പ്രകാശം കണ്ടു, അവരുടെ മേലൊരു വലിയ ദീപ്തി ഉദയം ചെയ്തു എന്നാണ് പ്രവാചകൻ പറയുന്നത്. ആ പ്രകാശം മിശിഹ തന്നെയാണ്. ഉയരത്തിൽ നിന്ന് നമ്മെ സന്ദർശിക്കുന്ന ദൈവത്തിന്റെ ഉദയസൂര്യനാണ് മിശിഹ, നീതിസൂര്യനാണ് അവിടുന്ന്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന്, മരണത്തിന്റെ ഭീതിയിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് ജീവൻ നൽകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായി അവതരിക്കുന്നത്, പ്രകാശമായി അവതരിക്കുന്നത്, ആത്യന്തികമായി നമ്മുടെ പാദങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട്.
ഈ സദ്വാർത്ത രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള ഈ സുവിശേഷം ആദ്യമായി ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് വിനീതരായ ദരിദ്രരായ ഇടയന്മാർക്കാണ്. ആടുകളെ മേയിച്ചു കഴിഞ്ഞിരുന്ന അവർക്ക് ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ കാണുന്നത് പോലെ സകല ജനത്തിനും വേണ്ടിയുള്ള മഹാസന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് ദൂതൻ പറഞ്ഞത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് മഹാസന്തോഷത്തിന്റേതാണ് ഈ ജനന വാർത്ത. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ലോകം ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സദ്വാർത്തയാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും ഈശോയിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ പുത്രസ്ഥാനത്തേക്ക് വരണമെന്നുള്ളതാണ്. ആരാണ് ജനിച്ചിരിക്കുന്നത്? രക്ഷകനായിട്ട് ദൈവമായ കർത്താവാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ്. ഇസ്രായേൽ ജനത്തെ പരിപാലിച്ചുകൊണ്ടിരുന്ന ദൈവമാണ്. അവരെ സൃഷ്ടിച്ച് പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവത്തിന്റെയും സൃഷ്ടാവായ പരിപാലകനായ ദൈവമാണ് ഇവിടെ ഇതാ മനുഷ്യനായി ജനിച്ചിരിക്കുന്നത്. ഒപ്പം പഴയ നിയമത്തിലെ ആദ്യ ഗ്രന്ഥം മുതൽ അവസാന ഗ്രന്ഥം വരെ ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന രക്ഷകനായ മിശിഹ, പുരോഹിതനും രാജാവും പ്രവാചകനുമായ മിശിഹായുമാണ് ഇവനെന്നും ദൂതൻ ഇടയന്മാരെ അറിയിക്കുന്നു. ഒപ്പം സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന ആ മാലാഖമാര് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ അനുഗമിച്ച് ഭൂമിയിലെത്തുകയും സ്വർഗത്തിൽ അവർ ചെയ്യുന്ന ആ സ്തുതിഗീതം തന്നെ ഇവിടെ തുടരുകയാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും നല്ല പ്രത്യാശയുമെന്ന്. ഇതാണ് അവർക്ക് ആലപിക്കുവാനുണ്ടായിരുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് മാലാഖമാർ സ്വർഗത്തിൽ ചെയ്യുന്നത്. ഏഷ്യാനിബിയുടെ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, പരിശുദ്ധൻ 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 എന്ന് പാടി ദൈവത്തെ സ്തുതിക്കുന്ന ദൂതന്മാർ. അത് തന്നെയാണ് അവർ ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ മനുഷ്യാവതാരത്തിന്റെ 2 ഫലങ്ങൾ കൂടിയാണ് അവരത് പറയുന്നത്. മനുഷ്യനായതുകൊണ്ട് ദൈവം മനുഷ്യനായതോടുകൂടി പിതാവായ ദൈവം മഹത്വപ്പെടുകയാണ്. അവിടുത്തെ ഹിതം പൂർണ്ണമാവുകയാണ്, നിറവേറ്റപ്പെടുകയാണ്, അവിടുത്തെ പദ്ധതി പൂർത്തിയാവുകയാണ്. ആ പദ്ധതി പൂർത്തിയാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പദ്ധതി സകല മനുഷ്യൻ രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. ആ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇവിടെ ഇതാ ദൈവം മനുഷ്യനായിരിക്കുന്നു. അതോടെ ദൈവം മഹത്വപ്പെടുന്നു. ഭൂമിയിലോ അവിടെ സ്വർഗത്തിൽ ഉന്നതത്തിൽ ദൈവത്തിന് മഹത്വമാണ് എങ്കിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനമാണ്. സമാധാനം അനുരഞ്ജനത്തിലൂടെയാണ് സാധ്യമാക്കിയത് ഈശോ. പിതാവായ ദൈവവുമായി മനുഷ്യവർഗത്തെ അനുരഞ്ജനപ്പെടുത്തി, മനുഷ്യരെ തമ്മിൽ അനുരഞ്ജിപ്പിച്ചു, മനുഷ്യനെ ഓരോ വ്യക്തിയെയും തന്നോട് തന്നെയും അനുരഞ്ജിപ്പിച്ചു. അങ്ങനെ ത്രിവിധ അനുരഞ്ജനങ്ങളിലൂടെയാണ് മിശിഹ നമ്മുടെ സമാധാനമായി തീർന്നത്. ഏഷ്യാനിബിയായും പറയുന്നുണ്ട്, ജനിച്ചിരിക്കുന്ന ശിശു അവൻ സമാധാന രാജാവെന്നറിയപ്പെടും. അവന്റെ കാലത്ത് സമാധാനം ഫലഭൂയിഷ്ഠമാകും എന്നും നമ്മൾ പറയുന്നത് കാണുന്നുണ്ട്. ഇതിനെ മിക്ക പ്രവാചകന്റെ പ്രവചനത്തിൽ നമ്മൾ ഇത് തന്നെ കാണുന്നുണ്ട്. അവന്റെ കാലത്ത് സമാധാനത്തിന്റെ കാലമായിരിക്കുമെന്ന്, സമാധാനത്തിന്റെ രാജകുമാരൻ എന്നാണ് ഏഷ്യാനിബിയായി മിശിഹായെ വിശേഷിപ്പിക്കുന്നത്. ഈ വാർത്ത കേൾക്കുന്ന, ഈ സ്തുതിഗീതങ്ങൾ കേൾക്കുന്ന ഇടയന്മാര് തിടുക്കത്തില് ബെത്ലഹേമിലേക്ക് പോവുകയും അവിടെ ഉണ്ണി മിശിഹായെ കാണുന്നു, മറിയത്തോടും യോസേപ്പിനോടുമൊപ്പം. ഈ ഇടയന്മാരാണ് ആദ്യത്തെ മിഷണറിമാര്. അവര് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അവർ ഇപ്പോൾ വന്ന് സാക്ഷ്യപ്പെടുത്തിയതും മാലാഖമാർ അവരെ അറിയിച്ചതുമായ കാര്യങ്ങൾ എല്ലാവരോടും അവർ പ്രഘോഷിച്ചു. ആദ്യത്തെ സുവിശേഷ പ്രഘോഷകർ ഈ ഇടയന്മാരാണ്. തുടർന്ന് ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവർ അവരുടെ ജോലിയിലേക്ക് മടങ്ങിപ്പോകുന്നത്. പിന്നീട് ഒരിക്കലും നമ്മൾ ഈ ഇടയന്മാരെ കാണുന്നില്ല. ഈ ഇടയന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എന്നാണ്. തങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച്, രക്ഷകനെ കാണാൻ ഭാഗ്യം ലഭിച്ചതിൽ, അവിടുത്തെ ആരാധിക്കാൻ അവസരം ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോവുകയാണ്. ഈ ഇടയന്മാർ നമുക്കും ഒരു മാതൃകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ സഭ നമ്മെ അറിയിക്കുന്നുണ്ട് ഈ വാർത്ത, ഈശോയുടെ ജനന വാർത്ത. നമുക്കും പോകാം ബെത്ലഹേമിലേക്ക്. സഭ അറിയിക്കുന്ന, ദൂതന്മാരിലൂടെ ദൈവം അറിയിച്ച ആ സദ്വാർത്ത, നമുക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള സദ്വാർത്ത നമുക്കും സ്വീകരിക്കാം നമ്മുടെ ഹൃദയത്തിൽ. ബെത്ലഹേമിലേക്ക് നമുക്കും പോകാം ആത്മീയമായ. അവിടുത്തെ തിരുസന്നിധിയിൽ നമ്മുടെ നിക്ഷേപങ്ങൾ സമർപ്പിക്കാം. നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമുക്ക് അവിടുത്തെ കുറിച്ച് ഈ സദ്വാർത്ത, ലോകരക്ഷകനായി അവിടെ ജനിച്ചിരിക്കുന്നുള്ള സദ്വാർത്ത എല്ലാവരോടും പ്രഘോഷിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയും നമ്മൾ വിസ്മരിക്കരുത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ ലൂക്കാ പറയുന്നുണ്ട്, ഈ ഇടയന്മാർ പറഞ്ഞതും ദൂതന്മാർ പറഞ്ഞതാണല്ലോ ഇടയന്മാർ പരിശുദ്ധ കന്യാമറിയത്തോട് പറയുന്നത്. ഈ പറയപ്പെട്ട കാര്യങ്ങളും സംഭവിച്ച കാര്യങ്ങളും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് മറിയത്തെക്കുറിച്ച്. ഈ ദിവസങ്ങളിൽ ഇത് തന്നെയാകട്ടെ നമ്മുടെയും
മനോഭാവം. നമ്മൾ മിശിഹായുടെ ജനനത്തെക്കുറിച്ച് അറിയുന്ന, കേൾക്കുന്ന, വായിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അവയെക്കുറിച്ച് ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള പ്രസക്തി എന്തെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, ഈ മനുഷ്യാവതാരം വഴി നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുന്നു. ദൈവം മനുഷ്യനായത് തന്നെ നമ്മളെ ദൈവമക്കളാക്കുവാൻ വേണ്ടിയാണ് എന്ന് ആദ്യമായിട്ട് സഭയിൽ പഠിപ്പിച്ചത് അത്തനേഷ്യസ് പിതാവാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന സഭാ നേതാവായിരുന്നു, സഭയുടെ തലവനായിരുന്നു അത്തനേഷ്യസ്. അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടിയിട്ടാണ്, മനുഷ്യവർഗത്തെ ദൈവമക്കളാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഏത് വചനത്താൽ ദൈവം ലോകത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചുവോ ആ വചനത്താൽ തന്നെ, ആ വചനം മാംസമായിക്കൊണ്ട് മനുഷ്യനായിക്കൊണ്ട് അധപ്പതിച്ച മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം തിരുമനസ്സായി എന്നാണ് അത്തനേഷ്യസ് പറയുന്നത്. അവിടെ സൃഷ്ടിയിൽ വചനമായിരുന്നു, ഇവിടെ ഇതാ രക്ഷയ്ക്കും ആ വചനം തന്നെ കാരണഭൂതനാകുന്നു എന്നും അത്തനേഷ്യസ് പറയുന്നുണ്ട്. അക്കാര്യമാണ് പൗലോസ് ശ്ലീഹ നേരത്തെ പറഞ്ഞു വെച്ചത്. നമ്മൾ ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ അർഹരാക്കുന്ന ആ ഒരു ഭാഗ്യത്തിലേക്കാണ് മിശിഹായുടെ മനുഷ്യാവതാരം വഴി, അവിടെ നിന്നുള്ള വിശ്വാസം വഴി നമ്മൾ നയിക്കപ്പെട്ടിരിക്കുന്നത്. മാമോദീസായിലൂടെ നമ്മൾ ദൈവമക്കളായി തീർന്നവരാണ്. ആ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം, അപ്പ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം. മനുഷ്യാവതാരത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഈ മഹാഭാഗ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഇടയന്മാരോട് ചേർന്ന് നമുക്കും ദൈവത്തെ സ്തുതിക്കാം. മാലാഖമാരോട് ചേർന്ന് നമുക്കും ദൈവത്തെ പുകഴ്ത്താം. അങ്ങനെ നമ്മുടെ ജീവിതം സമൃദ്ധമായ ദൈവാനുഗ്രഹത്തിന്റെ തായി തീരട്ടെ. മിശിഹ നമുക്ക് നൽകുന്ന ആ സമാധാനം, മാലാഖമാർ ആഗ്രഹിച്ച മനുഷ്യർക്കുള്ള ആ സമാധാനം, അത് നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും നിറയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.